ഏകദേശം 2:20 കഴിഞ്ഞ 5 വർഷമായി ആ മുഖത്ത് രോഗം കാരണത്താൽ ഒരു ക്ഷീണം നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഒരു 5-10 വർഷം മുമ്പുള്ള ആ പ്രകാശിക്കുന്ന മുഖം എന്തോ ഒരു പ്രത്യേകമായ മാറ്റം മഹാനായ ശൈഖുൽ ജാമിയുടെ മുഖത്ത് പ്രകടമാകുകയാണ്. ദൃസാക്ഷികളായ മകനും ഖാദിമായ ഉസ്മാൻ ഫൈദിയും പറയുന്നു, ഉസ്താദിന്റെ മുഖത്ത് ഞങ്ങൾക്ക് ഒരു പ്രത്യേകത അനുഭവപ്പെട്ടു. ഉസ്താദിന്റെ ഒരു അവസാന നിമിഷമായിരിക്കുമോ എന്ന് ഞങ്ങൾക്ക് തോന്നി. ആ സമയത്ത് ഖാദിമായ ഉസ്മാൻ ഫൈദി ഉസ്താദിന്റെ അരികിൽ ചെന്നിട്ടില്ല. ഇലാഹ ഇല്ലല്ലാഹ്. സുദീർഘമായ വർഷക്കാലം കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആധികാരിക പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആ മഹാമനുഷ്യൻ ഒരു വ്യാഴാഴ്ച 2:30 മണിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തപ്പോൾ ചൊല്ലുകയും പിന്നീട് പറയുന്നു, ആവർത്തിച്ച് ആ ശബ്ദം ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അവസാനിച്ച് ഉസ്താദ് കണ്ടെടുക്കുകയാണ്. എന്നേക്കുമായി നമുക്ക് സ്മരിക്കാൻ മാത്രം ബാക്കി വെച്ച് ആ മഹാനവറുകൾ ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹു തആല അവിടുത്തെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അവിടുന്ന്